ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന യാത്രാ മാർഗമാണ് ട്രെയിൻ. സമയം ലാഭിച്ച് ചീറിപ്പായാം എന്നതാണ് വന്ദേ ഭാരത് വന്നതോടെ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന കാര്യം. വന്ദേ ഭാരത് ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ പുതിയ റൂട്ടിലേക്കും വന്ദേ ഭാരത് എത്തിക്കാൻ റെയിൽവേ ശ്രമിക്കാറുമുണ്ട്. അത്തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ നാഗ്പൂർ പൂനെ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതുൾപ്പെടെ 3 വന്ദേ ഭാരത് സർവീസാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ബംഗളൂരുവിൽ നടന്ന മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വെർച്വലായിട്ടായിരുന്നു പരിപാടി. സർവീസ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ 12ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണിത്. 881 കിലോമീറ്ററാണ് ദൈർഘ്യം. നാഗ്പൂരിൽ നിന്ന് പൂനെയിലേക്കുള്ള യാത്രാസമയം 17 മണിക്കൂറിൽ നിന്ന് 12 മണിക്കൂറായി കുറയുകയും ചെയ്യും. ബംഗളൂരുവിനെയും വടക്കൻ കർണാടക ആസ്ഥാനമായ ബെളഗാവിനെയും ബന്ധിപ്പിച്ചുള്ള വന്ദേ ഭാരത് ട്രെയിൻ സർവീസിനും തുടക്കമായി. ബെളഗാവി സർവീസ് കൂടി ആരംഭിച്ചതോടെ കർണാടകയിൽ നിന്നുള്ള വന്ദേ ഭാരത് ട്രെയിനുകളുടെ എണ്ണം 11ആയി. മൈസൂരുവിൽ നിന്ന് ബംഗളൂരു വഴി ചെന്നൈയിലേക്ക് 2, ബംഗളൂരുവിൽ നിന്ന് കോയമ്പത്തൂർ, മധുരൈ, ധാർവാഡ്, കലബുരഗി, കാച്ചേഗുഡ, മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം, മഡ്ഗാവ്, ഹുബ്ബള്ളിയിൽ നിന്ന് പൂനെ എന്നിവിടങ്ങളിലേക്ക് ഓരോ സർവീസ് വീതമാണ് ഉള്ളത്. 3 വർഷം മുൻപ് ദക്ഷിണേന്ത്യയിലെ ആദ്യ അർദ്ധ അതിവേഗ ട്രെയിനായ മൈസൂരു ചെന്നൈ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫും ഇതേ വേദിയിൽ തന്നെയാണ് മോദി നിർവഹിച്ചത്. ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട്, കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, പി സോമണ്ണ, ശോഭ കരന്തലാജെ, മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവർ പങ്കെടുത്തു. നാഗ്പൂരും പൂനെയും അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരങ്ങളാണ്. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, വിദ്യാഭ്യാസ, മെഡിക്കൽ സ്ഥാപനങ്ങൾ, വിനോദസഞ്ചാര, തീർത്ഥാടന സ്ഥലങ്ങൾ തുടങ്ങിയവ ഈ 2 നഗരങ്ങളിലുമുണ്ട്. ഓറഞ്ച് സിറ്റി എന്നും ഹെൽത്ത് കെയർ സിറ്റി എന്നും അറിയപ്പെടുന്ന നാഗ്പൂർ മഹാരാഷ്ട്രയുടെ ശൈത്യകാല തലസ്ഥാനം കൂടിയാണ്. നിയമസഭയുടെ ശൈത്യകാല സമ്മേളനം ഇവിടെയാണ് നടക്കുന്നത്. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറുടെ ജീവിതവുമായി അടുത്ത ബന്ധമുള്ള നഗരം കൂടിയാണിത്. വിദർഭ മേഖലയിലെമ്പാടുമുള്ള രോഗികൾക്ക് സേവനം നൽകുന്ന എയിംസും മറ്റു മെഡിക്കൽ സ്ഥാപനങ്ങളുമുള്ള നഗരം കൂടിയാണ് നാഗ്പൂർ. മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന പൂനെ ശിവജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവുമായി ശിവ് നേരിക്കോട്ടെ പൂനെയിലാണ്. പേർഷ്യമാരുടെ അന്നത്തെ വസതിയായി പ്രശസ്തമായ ശനിവാർ വാടയും പൂനെയിലാണുള്ളത്. നാഗ്പൂരിനും പൂനെക്കുമിടയിൽ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുന്നത് ഈ 2 നഗരങ്ങളിലേക്കും ജോലി, ബിസിനസ്, പഠനം, ടൂറിസം എന്നിവയ്ക്കായി യാത്ര ചെയ്യുന്ന വലിയൊരു ഭാഗം യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യും. ഒരു എക്സിക്യൂട്ടീവ് ചെയർകാർ, 7 ചെയർകാർ എന്നിവയുൾപ്പെടെ 8 കോച്ചുകളുണ്ട്. 530 യാത്രക്കാർക്ക് ഇരിക്കാം. സമയവും സ്റ്റോപ്പും നോക്കാം. പൂനെ അജ്നി വന്ദേ ഭാരത് എക്സ്പ്രസ് ആഴ്ചയിൽ 6 ദിവസം ചൊവ്വാഴ്ച ഒഴികെ രാവിലെ 6:25 പൂനെ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും. 6:25 അജ്നിയിലെത്തും. അജ്നി പൂനെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആഴ്ചയിൽ 6 ദിവസം തിങ്കളാഴ്ച ഒഴികെ രാവിലെ 9:50 അജ്നി സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 9:50 പൂനെയിലെത്തും. വാർധ, ബഥ്നേര, അക്കോള, ഷെഗ, ഫൂസാവൽ, ജൽഗാവ്, മൻമാഡ്, കോപ്പർഗാവ്, അഹമ്മദ് നഗർ, ദൗൺ ചോഡ് ലൈൻ എന്നിവിടങ്ങളിൽ നിർത്തുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.